ഭഗവത്ഗീതയുടെ 1-ാം അധ്യായം അർജുന വിഷാദയോഗമാണ്. അതിലെ 4-ാമത്തെ ശ്ലോകം ഇതാണ്: അത്ര ശൂര മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. ഇതിന്റെ അർത്ഥം, ഈ സൈന്യത്തിൽ ഭീമനും അർജുനനും തുല്യരായ, യുദ്ധത്തിൽ അതീവ സമർത്ഥരായ, വലിയ ധനുർധാരികളായ ധാരാളം വീരന്മാരുണ്ട്. യുയുധാനനും വിരാടനും അതുപോലെ മഹാരഥനായ ദ്രുപദനും ഇവരിലുണ്ട്. ഇവിടെ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ തുടക്കത്തിൽ ദുര്യോധനൻ തന്റെ ഗുരുവായ ദ്രോണാചാര്യരോട് പാണ്ഡവപ്പടയുടെ കരുത്തിനെക്കുറിച്ച് വിവരിക്കുകയാണ്. ഭീമനെയും അർജുനനെയും പോലെ ശക്തരായ മറ്റനേകം യോദ്ധാക്കളെക്കുറിച്ച് പറയുമ്പോൾ പാണ്ഡവപ്പട എത്രത്തോളം ശക്തമാണെന്ന് ദുര്യോധനൻ തിരിച്ചറിയുന്നു. സത്യാഗി അഥവാ യുയുധാനൻ, വിരാട രാജാവ്, ദ്രുപദ രാജാവ് എന്നിവരുടെ സാന്നിധ്യം പാണ്ഡവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണെന്ന് ദുര്യോധനൻ ആശങ്കപ്പെടുന്നു. ദ്രോണാചാര്യർക്ക് ഈ യോദ്ധാക്കളെയൊക്കെ നന്നായി അറിയാമായിരുന്നിട്ടും ദുര്യോധനൻ വീണ്ടും അവരെക്കുറിച്ച് എടുത്തു പറയുന്നത് അദ്ദേഹത്തിന്റെ സൈനികരുടെ മനസ്സിലുള്ള ഭയവും ഉത്കണ്ഠയും വെളിവാക്കുന്ന ഒന്നാണ്. താൻ നേരിടാൻ പോകുന്ന ശത്രുക്കളുടെ ശക്തിയെക്കുറിച്ച് ഗുരുവിനെ ഓർമ്മിപ്പിക്കുക മാത്രമല്ല, യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്റെ പക്ഷത്ത് നിൽക്കുന്നവരെ ഒന്ന് വീണ്ടും വിലയിരുത്താനും അവരിൽ എത്രമാത്രം വിജയം പ്രതീക്ഷിക്കാമെന്ന് ചിന്തിക്കാനും കൂടിയാണ് ദുര്യോധനൻ അങ്ങനെ സംസാരിക്കുന്നത്. ധൃഷ്ടദ്യുമ്നൻ പാണ്ഡവരുടെ പക്ഷത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മഹായോദ്ധാവായിരുന്നു. അദ്ദേഹം പാഞ്ചാല രാജാവായ ദ്രുപദന്റെ മകനാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവസേനയുടെ സർവ്വസൈന്യാധിപനായി ചുമതല വഹിച്ചതും ധൃഷ്ടദ്യുമ്നൻ തന്നെയായിരുന്നു. ധൃഷ്ടദ്യുമ്നൻ ജനിച്ചതുതന്നെ ദ്രോണാചാര്യരെ വധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അദ്ദേഹത്തിന്റെ പിതാവായ ദ്രുപദൻ ദ്രോണാചാര്യരോടുള്ള ശത്രുത മനസ്സിൽ വെച്ചാണ് ഒരു യാഗം നടത്തിയത്. ആ യാഗകുണ്ഡത്തിൽ നിന്നാണ് ധൃഷ്ടദ്യുമ്നനും അദ്ദേഹത്തിന്റെ സഹോദരിയായ ദ്രൗപദിയും ജനിക്കുന്നത്. പിന്നീട് കുരുക്ഷേത്ര യുദ്ധത്തിൽ ദ്രോണാചാര്യരെ വധിക്കുന്നതിൽ ധൃഷ്ടദ്യുമ്നൻ നിർണായക പങ്കുവഹിക്കുകയും ചെയ്തു. ദ്രോണരും ദ്രുപദനും ചെറുപ്പകാലത്ത് ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ദ്രുപദൻ രാജാവായപ്പോൾ ദാരിദ്ര്യം കാരണം സഹായം തേടിയെത്തിയ ദ്രോണരെ അദ്ദേഹം തിരിച്ചറിയാൻ തയ്യാറായില്ലെന്നു മാത്രമല്ല, ദ്രോണരെ അപമാനിക്കുകയും ചെയ്തു. മറുപടിയായി ദ്രോണാചാര്യർ തന്റെ ശിഷ്യന്മാരായ പാണ്ഡവരെ ഉപയോഗിച്ച് ദ്രുപദനെ തോൽപ്പിക്കുകയും അദ്ദേഹത്തിന്റെ രാജ്യം പിടിച്ചെടുക്കുകയും ചെയ്തു. അർജുനനാണ് ദ്രുപദനെ ബന്ദിയാക്കി ദ്രോണരുടെ മുന്നിലെത്തിച്ചത്. അങ്ങനെ ദ്രോണാചാര്യർ തന്റെ അപമാനത്തിന് പകരം വീട്ടുകയായിരുന്നു. തോൽപ്പിച്ച് മുന്നിലെത്തിച്ചപ്പോൾ ദ്രോണാചാര്യർ ദ്രുപദനോട് ആവശ്യപ്പെട്ടത് തന്റെ രാജ്യം പങ്കിടാനാണ്. അദ്ദേഹം പറഞ്ഞത് മുൻകാലത്തിലെ സൗഹൃദമോർത്ത് താൻ പകരം വീടില്ലെന്നും, എന്നാൽ ഒരു രാജാവു തന്നെ അപമാനിച്ചപ്പോൾ താൻ പ്രതികാരമായി പകുതി രാജ്യം ആവശ്യപ്പെടുന്നുവെന്നുമാണ്. അങ്ങനെ ദ്രുപദന്റെ പകുതി രാജ്യം ദ്രോണർ ഏറ്റെടുത്തു. ദ്രോണാചാര്യരിൽ നിന്ന് ഇത്തരമൊരു പെരുമാറ്റമുണ്ടായപ്പോൾ ദ്രുപദനിലൂടെ വലിയ അപമാനവും കടുത്ത അമർഷവുമാണുണ്ടായത്. തന്റെ രാജ്യം നഷ്ടപ്പെട്ടതിലും സുഹൃത്തായിരുന്ന ദ്രോണർ തനിക്കെതിരെ പ്രതികാര നടപടിയെടുത്തതിലുമുള്ള ദേഷ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ പകയായി വളർന്നു. പിന്നീട് ദ്രോണാചാര്യരെ വധിക്കാൻ കഴിവുള്ള ഒരു പുത്രനെ ലഭിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു യാഗം നടത്താൻ തീരുമാനിച്ചത് ഈ പ്രതികാര ചിന്തയുടെ ഫലമായിട്ടാണ്. ഈ യാഗത്തിന്റെ ഫലമായി ആഹുതിയിൽ നിന്ന് ദ്രോണാചാര്യരെ വധിക്കാൻ കഴിവുള്ള ഒരു പുത്രനും പാണ്ഡവർക്കു വേണ്ടി നിലകൊള്ളുന്ന ഒരു മകളും ജനിച്ചു. ആ പുത്രനാണ് ധൃഷ്ടദ്യുമ്നൻ, പിന്നീട് കുരുക്ഷേത്ര യുദ്ധത്തിൽ ദ്രോണാചാര്യരെ വധിച്ചവൻ. ദ്രോണാചാര്യർക്ക് ഈ യാഗത്തിന്റെ ഉദ്ദേശലക്ഷ്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാമായിരുന്നു. അദ്ദേഹം ഒരു ബ്രാഹ്മണനും അതീവ പ്രതിഭാശാലിയായ ഗുരുവുമായതിനാൽ ധൃഷ്ടദ്യുമ്നൻ തന്റെ വധത്തിനായി ജനിച്ചതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. എങ്കിലും തന്റെ ധർമ്മവും ഒരു ഗുരുവിന്റെ കടമയും കണക്കിലെടുത്ത് ആരും പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ യുദ്ധവിദ്യകളും ദ്രോണാചാര്യർ ധൃഷ്ടദ്യുമ്നന് പറഞ്ഞുകൊടുക്കാൻ ഒരു മടിയും കാണിച്ചില്ല. ദ്രോണാചാര്യർ ഒരു സത്യസന്ധനായ ഗുരുവായതുകൊണ്ട് തന്റെ മുന്നിൽ വരുന്ന ആരെയും വിദ്യാഭ്യാസം നൽകുന്നതിൽ നിന്ന് അദ്ദേഹം തടഞ്ഞില്ല. മാത്രമല്ല, തന്റെ തന്നെ വിദ്യകൾ പകർന്നു നൽകി ഒരു മഹായോദ്ധാവാക്കുക എന്നത് ഒരു ഗുരുവിന്റെ ധർമ്മവും കടമയുമായിരുന്നു. വരാനിരിക്കുന്ന വിധി മുൻകൂട്ടി അറിഞ്ഞിട്ടും തന്റെ അധ്യാപനത്തിലൂടെ മാത്രമാണ് ധൃഷ്ടദ്യുമ്നൻ അത്രയും ശക്തനായത് എന്ന് കാണിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാകാം. ഈ ശ്ലോകം പറയുന്നത് പാണ്ഡവപ്പടയുടെ കരുത്തിനെക്കുറിച്ച് ദുര്യോധനൻ ദ്രോണാചാര്യരോട് ആശങ്കയോടെ വിവരിക്കുന്നതാണ്. ഇത് യുദ്ധത്തിന്റെ തുടക്കത്തിലെ വലിയ മാനസികാവസ്ഥയെ വ്യക്തമാക്കുന്നു. ശ്ലോകത്തിൽ പറയുന്ന മറ്റ് യോദ്ധാക്കൾ യുയുധാനൻ അഥവാ സത്യാഗി, വിരാട രാജാവ്, അതുപോലെ ദ്രുപദ രാജാവ് എന്നിവരാണ്. സത്യാഗി യാദവ വംശജനായ ഒരു വീരനായിരുന്നു. ശ്രീകൃഷ്ണന്റെ അടുത്ത സുഹൃത്തും അർജുനന്റെ ശിഷ്യനും. പാണ്ഡവപക്ഷത്ത് യുദ്ധത്തിൽ വളരെ സജീവമായി പങ്കെടുത്ത അദ്ദേഹം ഒരു പ്രധാന യോദ്ധാവായിരുന്നു. വിരാട രാജാവ് മത്സ്യരാജ്യത്തെ രാജാവാണ്. പാണ്ഡവർ തങ്ങളുടെ അജ്ഞാതവാസം കഴിച്ചുകൂട്ടിയത് വിരാട രാജാവിന്റെ കൊട്ടാരത്തിലാണ്. അദ്ദേഹവും പാണ്ഡവരുടെ പക്ഷത്ത് യുദ്ധത്തിൽ ഒരു പ്രധാന സൈനികനായിരുന്നു. സഞ്ജയൻ ഈ ശ്ലോകവും കുരുക്ഷേത്ര യുദ്ധത്തിന്റെ വിവരങ്ങളും ധൃതരാഷ്ട്രർക്ക് പറഞ്ഞുകൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ കടുത്ത ഉത്കണ്ഠയും ഭയവുമുണ്ടായിരുന്നു. തന്റെ മക്കൾക്കുവേണ്ടി യുദ്ധരംഗത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയും അതേസമയം പാണ്ഡവർ വിജയത്തിലേക്ക് നീങ്ങുമോ എന്നൊരു പേടിയും അദ്ദേഹത്തെ അലട്ടിയിരുന്നു.